നമസ്കാരം. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കവേ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമാക്കി ഇഡിയുടെ എൻട്രി. തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയാണ് ഇഡി. കർണാടകയിൽ കോൺഗ്രസ് എംഎൽഎയും മലയാളിയുമായ എൻ.എ. ഹാരിസ് എംഎൽഎയുടെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി പണം വെളുപ്പിച്ച കേസിലാണ് റെയ്ഡ്. എൻ.എ. ഹാരിസിന്റെ മക്കളായ മുഹമ്മദ് ഹാരിസ് നാലപ്പാട്, ഉമർ ഫാറൂഖ് നാലപ്പാട്, കേസിലെ പ്രതി ശ്രീകൃഷ്ണ രമേശ് എന്നിവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ബംഗളൂരു ശാന്തിനഗർ എംഎൽഎയായ എൻ.എ. ഹാരിസിന്റെ മക്കളുടെ വസതി ഉൾപ്പെടെ കർണാടകയിലെ 12 ഇടങ്ങളിലാണ് പരിശോധന നടന്നതെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇഡി അറിയിച്ചു. മുഹമ്മദ് ഹാരിസും ഉമർ ഫാറൂഖും ശ്രീകൃഷ്ണ രമേശിന്റെ അടുത്ത സഹായികളാണെന്നും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ഇവരാണെന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുക, ബിറ്റ്കോയിനുകൾ മോഷ്ടിക്കുക, ഭീഷണിപ്പെടുത്തി പണം തട്ടുക, ലഹരിമരുന്ന് നിരോധന നിയമം ലംഘിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് 2017 ശ്രീകൃഷ്ണയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ കർണാടക പോലീസ് ഫയൽ ചെയ്ത 1ലധികം എഫ്ഐആറുകളുടെയും കുറ്റപത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഡിജിറ്റൽ ആസ്തികളും ഡാറ്റയും പണവും മോഷ്ടിക്കുന്നതിനായി പ്രതികൾ വെബ്സൈറ്റുകളും വാലറ്റുകളും ഹാക്ക് ചെയ്താണ് തട്ടിപ്പ് നടത്തിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇങ്ങനെ മോഷ്ടിക്കുന്ന ആസ്തികൾ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി വിറ്റഴിച്ചുവെന്നും ഇഡി പ്രസ്താവനയിൽ പറഞ്ഞു. വിറ്റഴിച്ചു കിട്ടുന്ന പണം വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാറ്റിമറിച്ചാണ് വെളുപ്പിച്ചിരിക്കുന്നത്. ഈ തുക ശ്രീകൃഷ്ണയും കൂട്ടാളികളും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഏജൻസി വ്യക്തമാക്കി. രാവിലെ 6 മണിയോടെ എൻ.എ. ഹാരിസിന്റെ വീട്ടിലടക്കം 17 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. എൻ.എ. ഹാരിസിന്റെ മകന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് നടക്കുന്നുണ്ട്. അതേസമയം തമിഴ്നാട് PCC അധ്യക്ഷൻ കെ. സെൽവ പെരുന്തകയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പും റെയ്ഡ് നടത്തി വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ തമിഴ്നാട്ടിലെത്തുന്ന ദിവസം റെയ്ഡ് ആസൂത്രിതമാണെന്നും സെൽവ പെരുന്തകൈ ആരോപിക്കുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കർണാടകയിലെ ശാന്തിനഗർ എംഎൽഎ എൻ.എ. ഹാരിസിന്റെ വസതിയിലും മക്കളുടെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ ഇഡി നടത്തുന്ന റെയ്ഡ് ഗൗരവകരമായ ആരോപണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി പണം വെളുപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ കേസിൽ ഡിജിറ്റൽ ആസ്തികളുടെ മോഷണം, വെബ്സൈറ്റ് ഹാക്ക് ചെയ്യൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അന്വേഷണം വിധേയമാക്കുന്നത്. കർണാടകയ്ക്ക് പുറമെ തമിഴ്നാട്ടിലും റെയ്ഡുകൾ തുടരുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. തമിഴ്നാട് PCC അധ്യക്ഷൻ കെ. സെൽവ പെരുന്തകയുടെ വസതിയിൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന പരിശോധനകളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട് സന്ദർശന വേള ദിവസമാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ചുരുക്കത്തിൽ ക്രിമിനൽ കേസുകളുടെ അന്വേഷണം എന്ന നിലയിൽ ഇഡി നടപടികളെ ന്യായീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അട്ടിമറിക്കാനുള്ള ഭരണകൂട ശ്രമമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ റെയ്ഡുകളുടെ തുടർച്ചയും അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്.